ഡോക്ടർ എന്ന് പറയുമ്പോൾ വെറും ഒരു ഡോക്ടർ അല്ല, ആക്ടിങ്ങില് PhD എടുത്ത ആള്. എന്തുകൊണ്ട് ഈ ആക്ടിങ്ങിൽ PhD എടുക്കാനുള്ള തീരുമാനം എടുത്തത്? ആക്ടിങ് ഭയങ്കര പാഷനാണ്, തിയേറ്ററും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അതിൽ അപ്ഗ്രേഡ് ചെയ്ത് പോകണമെന്നുള്ളൊരു ഭയങ്കര പാഷനായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ ഒന്നിന്റെയും മാസ്റ്റർ ആവില്ലല്ലോ. നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി. പക്ഷെ ഈ ഇപ്പൊ ആക്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് പഠിച്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു ട്രെയിൻഡ് ആക്ടർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും, നമുക്ക് എവിടെ പിടിക്കാൻ പറ്റും, എവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ടിങ്ങിൽ ഒരു കൺട്രോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ശരിക്കും ഈ PhD ഇൻ ആക്ടിങ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോ ലൈക്ക് അത് എടുക്കാനുള്ള എന്തുകൊണ്ടാണ്? ഈ മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ള ഒരു റീസൺ കൊണ്ട് മാത്രമാണോ, അത് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, റീസൺ ഒന്നുമില്ല. ശരിക്കും പാഷനേറ്റ് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും എക്സ്ട്രീം എന്ന് പറഞ്ഞത് എന്റെ PhD ആണ്. അപ്പൊ ഞാൻ പഠിച്ച സബ്ജക്റ്റിന്റെ PhD ആണ് ഏറ്റവും എക്സ്ട്രീം. അപ്പൊ അത് കഴിഞ്ഞ് പോയാൽ എന്താവും എന്നുള്ള മനസ്സിലാക്കി PhD വന്നു നിന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ ഈ പല ടൈപ്പിലും പാഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പഠിച്ചിട്ട് അതിന്റെ ഒരു എക്സ്ട്രീമായി പഠിച്ച് നേടുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം.